പുഷ്പഗോപുരം പി. കുഞ്ഞിരാമൻ നായർ. പാഠസംഗ്രഹം. ഷഷ്ടിപൂർത്തിയാഘോഷത്തിനായി കാസർഗോഡ് ജില്ലയിലെ വെള്ളിക്കോത്ത് ഗ്രാമത്തിലേക്ക് വന്ന പി. കുഞ്ഞിരാമൻ നായർ മനസ്സിൽ കുറ്റബോധവും ദുഃഖവും നഷ്ടബോധവും ഉൾക്കൊണ്ടാണ് വരുന്നത്. അപ്പം പി. കുഞ്ഞിരാമൻ നായർ ഷഷ്ടിപൂർത്തി ആഘോഷം, അതായത് 60ാം പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയിട്ട് കാസർഗോഡ് ജില്ലയിലെ വെള്ളിക്കോത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് വരുവാണ്. അപ്പോൾ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധവും ദുഃഖവും നഷ്ടബോധവുമാണ് മനസ്സിലുള്ളത്. സ്വന്തം നാടിൻ്റെ പ്രകൃതി ഭംഗികളാകെ മനസ്സിൽ അയവിറക്കി കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നാടിന് നല്ല പ്രകൃതി ഭംഗിയുണ്ട്. ഈ പ്രകൃതി ഭംഗികളെക്കുറിച്ച് അദ്ദേഹം വളരെയധികം വിവരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രകൃതി സ്നേഹിയായ കവി പ്രകൃതിയിലെ ഓരോ കൊച്ചു കൊച്ചു പ്രതിഭാസത്തെയും കണ്ടറിയുന്നു. അതായത് പ്രകൃതിയിൽ ഒരുപാട് പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്, ഫിനോമിനാസ് നടക്കുന്നുണ്ട്. കുഴിഞ്ഞു വീണ പൂക്കാലം ഓർക്കുന്ന താമരക്കുളവും. അപ്പോൾ താമരക്കുളത്തിൽ താമരകളുടെ ഇതളുകൾ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ താമരക്കുളം തൻ്റെ കുഴിഞ്ഞു വീണ പൂക്കാലത്തെക്കുറിച്ച് ഓർക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ കൂടെ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പൂക്കാലം, അതായത് അദ്ദേഹത്തിൻ്റെ നല്ല ദിനങ്ങൾ കൊഴിഞ്ഞു പോയല്ലോ എന്ന് ആലോചിക്കുന്നതാവാം. പൂക്കാലം കാത്തിരിക്കുന്ന മരങ്ങളും ചന്ദ്രനെ കാത്തിരിക്കുന്ന രാത്രിയും. അപ്പോൾ രാത്രി ചന്ദ്രനെ കാത്തിരിക്കുകയാണ്. കാൽച്ചവിട്ടുകളുടെ നോവേറ്റ നീണ്ട പാത, അതായത് പാതകളൊക്കെ നമ്മൾ ചവിട്ടുമ്പോൾ അവർക്ക് നോവുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇവയെല്ലാം കവി മനസ്സിലെ ഭാവനകളിൽ ചിലത് മാത്രമാണ്. സ്വന്തം മനസ്സിൻ്റെ വിതമ്പലുകളും കവി ഇത്തരം സിംബലുകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. അതൊക്കെ ഈ ഒരു സിംബലുകളിലൂടെ അദ്ദേഹം കാണിക്കുകയാണ്. കടലല വീണ്ടും തേങ്ങി, സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, തരിശുനിലം കരഞ്ഞു, ജീവിക്കാൻ കഴിഞ്ഞില്ല എന്നിവ ഉദാഹരണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ ഒരു വാക്കുകളിലൂടെ. സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, ജീവിക്കാൻ കഴിഞ്ഞില്ല. തീവണ്ടിയിലിരുന്ന് കവി അമ്മയെക്കുറിച്ച് ഓർത്തു. ജീവൻ്റെ മുട്ടകൾ വിരിയാൻ കാത്തിരുന്ന കൊക്കിൽ കൈവന്ന ഇര അകത്താക്കാതെ കുഞ്ഞിനെ വിളിച്ചു കൊടുത്ത അമ്മ. തളർന്ന മേഘം പറഞ്ഞു, അമ്മേ വരുന്നു, ഞാൻ വീണ്ടും വരുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് തീവണ്ടിയിലിരുന്ന് ആലോചിക്കുന്നതാണ് പറയുന്നത്. തീവണ്ടിയിലിരുന്ന് കവി അമ്മയെക്കുറിച്ച് ഓർത്തു. ജീവൻ്റെ മുട്ടകൾ വിരിയാൻ കാത്തിരുന്ന, അപ്പം അമ്മ കുഞ്ഞിനെ കാത്തിരിക്കുന്നു. അതിനുശേഷം തനിക്ക് കിട്ടുന്ന ഓരോ ഭക്ഷണവും മക്കൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ളൊരു അമ്മയുടെ സ്നേഹത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. കൊക്കിൽ കൈവന്ന ഇര അകത്താക്കാതെ, വേണമെങ്കിൽ ആ അമ്മയ്ക്ക്, അതായത് ആ കോഴിയമ്മയ്ക്ക് ഭക്ഷണം കഴിക്കുമായിരുന്നു, പക്ഷെ എന്നാലും ആ ഇരയെ അകത്താകാതെ കോഴിക്കുഞ്ഞുങ്ങളെ വിളിച്ചു കൊടുത്ത് അമ്മ. തളർന്ന മേഘം പറഞ്ഞു, അമ്മേ വരുന്നു, ഞാൻ വീണ്ടും വരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ദേ വരുന്നുണ്ടെന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. കുഞ്ഞിരാമൻ നായർ മനസ്സിൽ പറഞ്ഞ അമ്മയ്ക്ക് ഒരു ഓണക്കോടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ഓണക്കോടി പോലും സ്വന്തം അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. മകൻ്റെ മുഖം കാണുക അമ്മയുടെ ആശ അതാണ്, അതുമാത്രം മകൻ പറഞ്ഞു. അതായത് സ്വന്തം അമ്മയ്ക്ക് എൻ്റെ മുഖം ഒന്ന് കണ്ടാൽ മതിയെന്നാണ് അദ്ദേഹം പറയുന്നത്. വേറെ ഒന്നും ആ അമ്മ ആഗ്രഹിക്കുന്നില്ല. എല്ലാം മറക്കുക, എല്ലാം പൊറുക്കുക, തിളച്ച ചുടുകണ്ണീർ കണമായി അമ്മേ ഞാൻ വരുന്നു എന്ന് കവി പറഞ്ഞു. അത്രയും വിഷമം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. കാഞ്ഞങ്ങാട്ട് സ്റ്റേഷനിൽ വണ്ടി നിന്ന് കിട്ടന്മാരാർ അച്ഛൻ്റെ കാര്യസ്ഥനായി കുറേ കാലം കഴിഞ്ഞ വ്യക്തി. അപ്പം മാരാറിനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാര്യസ്ഥനാണ്. മാരാർ കുഞ്ഞിരാമനോട് പറഞ്ഞു, കണ്ണട മാറിക്കോളൂ, കണ്ണ് മാറരുത്. വാസനപ്പൊട്ടിന് മാറിക്കോളൂ, മുഖം മാറരുത്. ഉടുപ്പ് മാറിക്കോളൂ, ആള് മാറരുത്. എവിടെ പോയാലും സ്വന്തം മണ്ണിനെ മറക്കരുതെന്ന്, അവിടെയുള്ള പ്രിയപ്പെട്ടവരെ മറക്കരുതെന്നുമാണ് മാരാരുടെ വാക്കുകളിലെ ധ്വനിയായിരുന്നത്. അപ്പോൾ മാരാരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ആൾക്കാരെ മറന്ന് പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എന്താണ്? കണ്ണട മാറിക്കോളൂ, കണ്ണ് മാറരുത്. വാസനപ്പൊട്ടിന് മാറിക്കോളൂ, മുഖം മാറരുത്. ഉടുപ്പ് മാറിക്കോളൂ, ആള് മാറരുത്. തിമപ്പൻ പോർട്ടർ കവിയെ കണ്ട് തലക്കെട്ടഴിച്ചു. എന്തിനാണ് അയച്ചതെന്ന് ചോദിച്ചപ്പോൾ വലിയ യജമാനനെ ഓർത്തുപോയി. വലിയ യജമാനൻ എന്ന് പറയുന്നത് കവിയുടെ അച്ഛനെ ആയിരിക്കും.
എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. അച്ഛൻ മരിച്ചിട്ട് 16 വർഷം കഴിഞ്ഞിട്ടും ആ മുഖം തിമ്മപ്പൻ ഓർക്കുന്നുവെന്ന് കവിയെ അത്ഭുതപ്പെടുത്തി. അച്ഛൻ്റെ മഹത്വവും തിമ്മപ്പൻ എന്ന ഗ്രാമവാസിയെ സ്നേഹിക്കാനുള്ള കഴിവുമാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ അച്ഛന് ഇത്രയും മഹത്വം ഉണ്ടായിരുന്നു എന്നും തിമ്മപ്പന് ഇത്രയും സ്നേഹിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതുമാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത് കുഞ്ഞിരാമൻ നായരിനെ. ഈ ഗ്രാമ നൈർമല്യമാണ് കവി ഇട്ടെറിഞ്ഞു പോയതെന്ന് ദുഃഖവും ആ മനസ്സിൽ കുടിയേറിയിരിക്കണം. അപ്പോൾ കവിയുടെ മനസ്സിൽ ഇത്രയും നല്ലൊരു ഗ്രാമം വിട്ടിട്ടാണല്ലോ ഞാൻ പോയത് എന്നുള്ള വിഷമം ഉണ്ടായിരിക്കണം. കടൽക്കാറ്റ് പാലൂട്ടി പൂറ്റിയവർക്ക് കണ്ണീര് കൊടുത്ത പഹയൻ എന്ന് പറഞ്ഞുകൊണ്ട് കവിക്കടുത്തുകൂടെ പോയ പുഞ്ചവിള നോക്കി നിന്ന കാരണവർ ഷഷ്ടിപൂർത്തിയായിട്ട് നീ വന്നു അല്ലേ എന്ന് ചോദിച്ചു. അപ്പം കുറ്റപ്പെടുത്താണ്. കടൽക്കാറ്റ് പാലൂട്ടി പൂറ്റിയവർക്ക് കണ്ണീർ കൊടുത്ത പഹയൻ, അതായത് അമ്മയ്ക്ക് കണ്ണീരല്ലേ നീ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കവിക്കടുത്തുകൂടെ പോയ പുഞ്ചവിള നോക്കി എന്ന കാരണവർ ഷഷ്ടി പൂർത്തിയായിട്ട് നീ വന്നു അല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ കുറ്റപ്പെടുത്തലാണ് കേട്ടോ അവിടെ. കൈതപ്പൂക്കൾ കവിയോട് ചോദിച്ചു. സ്വന്തം ജന്മനിലവും താൻ എഴുതിയ കൃതിയും തീറുവിറ്റവൻ ചില്ലറ കാശിന് പെറ്റമ്മയെ വിറ്റ് നീൽക്കുന്ന നരകവും ഏൽക്കും. മഞ്ഞ പൂമരം കവിയോട് ചോദിച്ചു. പിറന്ന നല്ല നാടും വലിയ വീടും ഇട്ടെറിഞ്ഞ് നാടു തിണ്ടി നീ എന്തു നേടിയെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്നത് മഞ്ഞപ്പൂമരാണ്. അപ്പോൾ മഞ്ഞപ്പൂമരൻ ചോദിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാരണവർ ചോദിക്കുന്നുണ്ട്. കൈതപ്പൂക്കൾ സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആർക്കും നേർവഴി കാട്ടുന്ന പ്രഭാതരശ്മി മുഖത്തടിച്ച് മുറിച്ച് പറഞ്ഞു. താൻ കവിത തേടി വേശ്യ തെരുവിലെത്തി, അമ്പലം തേടി ചുടലിയിലെത്തി, നക്ഷത്രം നോക്കി നടന്ന് കുണ്ടൻ കിണറ്റിൽ ചാടി, തോട്ടക്കാരൻ്റെ ജോലിയേറ്റ് കല്ലിട്ടിയിൽ കിടന്നുറങ്ങി, കൽക്കണ്ടം വേണ്ടാത്തവർക്ക് കൊടുത്ത് കല്ലേറ് വാങ്ങി, ആകാശം എത്തിപ്പിടിക്കാൻ ചാടി, ഭൂമി നഷ്ടപ്പെട്ടു. തൻ്റെ വീണയുടെ അന്തർനാദം ഇതാണ് അന്നും ഇന്നും എന്നും. പ്രേമം പ്രേമം പ്രേമം. അപ്പോൾ ഇതിൽ കവി തൻ്റെ നാട് ഉപേക്ഷിച്ച് പോയി. അപ്പോൾ അതിൽ കവിക്കും വിഷമമുണ്ട്. നാട്ടുകാർ മൊത്തം അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഇത്രയും നൈർമല്യമുള്ള ഗ്രാമമാണല്ലോ ഞാൻ ഉപേക്ഷിച്ച് പോയതെന്ന്. കവിയെ സംബന്ധിച്ചിടത്തോളം താൻ തന്നെയും തൻ്റെ മനസാക്ഷിയും ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. അത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ തന്നോട് ചോദിക്കുന്നതായിട്ടാണ് കവിക്ക് അനുഭവപ്പെടുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ഞപ്പൂമരം കൈതപ്പൂക്കളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കവിയോട് തന്നെ ചോദിക്കുന്നതാണ്. പ്രഭാതരശ്മിക്ക് ചോദിക്കുന്നത് കവിയോട് തന്നെ ചോദിക്കുന്നതാണ്. വെള്ളിക്കോത്തേക്ക് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് കാറുകാർ ചുറ്റും കൂടി. ഗ്രാമത്തിലെ മാറ്റങ്ങൾ കവി അത്ഭുതപ്പെടുത്തി. തൊഴിലാളി കോട്ടച്ചേരി ഇന്നും മുതലാളി, അതായത് തൊഴിലാളിയായിരുന്നവൻ മുതലാളിയായി. പണ്ടത്തെ പച്ചക്കറി പീടിക നിണം വാർത്ത കശാപ്പ് കടയായി, പച്ചക്കറി കട കശാപ്പ് കടയായി എന്നാണ് പറയുന്നത്. നാടൻ വൈദ്യശാല ഡോക്ടർ പാറൻസ് ഡിസ്പെൻസറിയായി. ചന്തയിൽ പോകുന്ന നേത്രകുലകൾ പറഞ്ഞു. കോടിക്കണക്കിന് പച്ചനോട്ട് തിന്നുന്ന വീർത്ത റോഡ് കരിഞ്ചന്തക്കാരും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും തീറു വാങ്ങിയിരിക്കുകയാണെന്നും അതുകൊണ്ട് നമുക്ക് വഴി മാറി പോകണമെന്നും നാട്ടുകാരുടെ വഴിയിൽ കല്ല് മുള്ള് പിച്ചില് എന്നിവയാണെന്നുള്ളതെന്നും പറഞ്ഞു. അപ്പോൾ കോടിക്കണക്കിന് പച്ചനോട്ട് തിന്നുന്ന വീർത്ത റോഡ് കരിഞ്ചന്തക്കാർക്കും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും തീറു വാങ്ങിയിരിക്കുകയാണെന്നും അതുകൊണ്ട് നാട്ടുകാരുടെ വഴിയെന്ന് പറയുന്നത് കല്ലും മുള്ളൊക്കെ നിറഞ്ഞതാണ്. മന്ത്രിമാരൊക്കെ വളരെ നല്ല റൂട്ടിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുമാണ് പറയുന്നത്. നാട്ടിൽ മനുഷ്യത്വം ഹൃദയസ്തംഭനം കൊണ്ട് മരിക്കുന്നുവെന്ന് ചക്കിപ്പരുന്ത് പറഞ്ഞു. ചക്കിപ്പരുന്ത് പറയാണ് മനുഷ്യത്വം കാണാനില്ല, മനുഷ്യത്വമൊക്കെ മരിക്കുന്നു എന്നാണ് പറയുന്നത്. കവിയുടെ മനസ്സിൽ ഉദിച്ച ചിന്തകളാണ് തൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളിലൂടെ കവി അവതരിപ്പിക്കുന്നത്. മുത്തൻ പേരാൽ അടുത്തു വിളിച്ച് കുഞ്ഞിരാമ നിന്റെ പല്ല് പോയി, കവിളൊട്ടി, തല വെള്ളിലയായി, വയസ്സായതറിഞ്ഞില്ല,
കുട്ടിക്കാലത്ത് നീ പുത്തൻ സൈക്കിൾ ഓടിച്ച് എൻ്റെ മേൽ വന്ന് വീണ് തുലിപ്പോയത് ഞാൻ മറന്നിട്ടില്ല. ഈ പാച്ചിൽ നിർത്തി ഒരിടത്ത് ഉറച്ചിരിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു. നീ നിന്നെ തിരക്കുക, നിന്നെ അന്വേഷിക്കുക, നിന്നെ കണ്ടെത്തുക എന്നും അരയാൽ പറഞ്ഞു. അരയാൽ പറയാണ് നീ നിന്നെ തന്നെ കണ്ടെത്താൻ നോക്കാൻ പറയുന്നു. മുത്തൻ പേരാൽ അടുത്ത് വിളിച്ച് കുഞ്ഞിരാമ നിന്റെ ഇപ്പോൾ പറഞ്ഞു എന്താ പല്ല് പോയി കവിളൊട്ടി എന്നൊക്കെ പറയുവാണ് ചെയ്തത്. വയൽ കടന്ന അച്ഛൻ്റെ വീടും ശേഷക്കാർ ഇടയ്ക്ക് കൂടിക്കഴിയുന്ന മാളിക വീടുകളും കടന്ന് കുഞ്ഞിരാമൻ വീട്ടിലെത്തി. 83-ലെത്തിയ ചെവിട് കേൾക്കാത്ത അമ്മ മകൻ വന്നതറിഞ്ഞ് മുകളിലെ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. ഗാർഗിയും മൈത്രേയിയും ആണ്ടാളും കുറൂരമ്മയും ഉദിച്ച് സ്തമിച്ച പുണ്യഭൂമി. 40 കൊല്ലമായി മുറ തെറ്റാതെ പ്രാണായാമം, മന്ത്രോപാസന, ഗുരുവായൂർ ഭജന എന്നിവ നടത്തുന്ന അമ്മ. അപ്പം അമ്മ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അടുത്തുള്ള സ്ത്രീകൾ കുഞ്ഞിരാമനെ കാണാൻ വന്ന് തിരിച്ചുപോയി. ചന്ദനും ചിരുതിയും രാധയുമെല്ലാം അമ്മയെ സഹായിക്കാനെത്തി. അപ്പോൾ അമ്മയെ സഹായിക്കാനായിട്ട് ചന്ദനും ചിരുതിയും രാധയാണ് ഉള്ളത്. നമ്പീശൻ മാസ്റ്ററും സാഹിത്യ സമിതി കാര്യദർശകൻ രാജേന്ദ്രനും കുഞ്ഞിരാമൻ നായരുടെ അനുജൻ കൃഷ്ണൻ നായരും എത്തി. കത്തുകൾ വായിച്ച് പാലക്കാടും വടകരയിലും കാസർഗോഡും കണ്ണൂർ, കോട്ടയം, എറണാകുളം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലെല്ലാം സ്വീകരണങ്ങളുള്ള കാര്യം പി അറിഞ്ഞു. സന്താപത്തിൽ കുഴഞ്ഞ അമ്മ മാഷോടും രാജേന്ദ്രനോടുമായി പറഞ്ഞു. എല്ലാം തികഞ്ഞ അച്ഛൻ, എല്ലാം നിറഞ്ഞ വീട്. അവിടെ നിന്ന് ഇവൻ ഇറങ്ങിപ്പോയി. വീട്ടുചോറ് ഇവൻ ഉണ്ടിട്ടില്ല, നല്ല കിടക്കയിൽ കിടന്നിട്ടില്ല, നല്ല വെള്ളത്തിൽ കുളിച്ചിട്ടില്ല, നല്ല വെള്ളം കുടിച്ചിട്ടില്ല. അമ്മ വിളമ്പിയ കഞ്ഞിക്കിണ്ണം തട്ടിമാറ്റി ഇവൻ വിളി കേട്ട പോലെ എഴുന്നേറ്റോടി. 14 വയസ്സിൽ പട്ടാമ്പിൽ പഠിക്കാൻ വണ്ടി കയറി. അന്ന് തുടങ്ങിയതാണ് ഈ ഓട്ടം. പല്ലുപോയി, കണ്ണുകുഴിഞ്ഞു, കവിളൊട്ടി, നിറം പകർന്ന് ഇവൻ തിരിച്ചു വന്നു. 10 ദിവസം തികച്ചും വീട്ടിലിരുന്ന് ഇവന് ആഹാരം കൊടുക്കാൻ ആഗ്രഹിച്ചു. അതായത് 14 വയസ്സുള്ളപ്പോൾ പട്ടാമ്പിയിൽ പഠിക്കാൻ പോയതാണ്. പിന്നീട് ഈ 60-ാം പിറന്നാൾ ആഘോഷിക്കാനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മ പറയാണ് ഇവൻ നല്ല വെള്ളം കുടിച്ചിട്ടില്ല, നല്ല കിടക്കയിൽ കിടന്നിട്ടില്ല എന്നൊക്കെ. മാഷ് അമ്മയെ സമാധാനിപ്പിച്ചത് ഞങ്ങൾക്ക് തോന്നുന്നത് മറിച്ചാണെന്നായിരുന്നു. ശ്രീരാമൻ്റെ വനവാസ കാലമായിരുന്നു അത്. രാവണ സംഹാരം കഴിഞ്ഞ് അയോധ്യയിലെത്തി, കിരീടം ചൂടി. മറ്റന്നാൾ പട്ടാഭിഷേകമാണെന്ന്. ഈ നാട്ടിലെ ഒരു അമ്മയ്ക്ക് കാണാൻ കൈവരാത്ത ഭാഗ്യമാണിത്. മൂത്ത മകനെ ചൊല്ലി അമ്മയ്ക്ക് ഇനി ആദി വേണ്ട എന്നും അവർ പറഞ്ഞു. അപ്പോൾ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാണ്, അതായത് ഇനി മൂത്ത മകനെ കുറിച്ച് അമ്മയ്ക്ക് ആദ്യമൊന്നും വേണ്ട, അമ്മേനെ ആശ്വസിപ്പിക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. അമ്മ ഇക്കാലത്ത് ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞു. നീന്തൽ അറിയാത്തവർ വെള്ളത്തിൽ കിടന്ന് പിടയും പോലെ പിടയുകയാണ്. മരിച്ചുപോയ വലിയ ജോത്സ്യർ കുഞ്ഞുകുട്ടൻ മരുമക്കളോട് പറഞ്ഞിരുന്ന കാര്യവും അമ്മ പറഞ്ഞു. സമയത്തിൻ്റെ വിലയറിയാത്തവന് വിദ്യയില്ല, ചെമ്പുതട്ടിൻ്റെ വിലയറിയാത്തവന് ധനമില്ല, കടം പേടിയില്ലാത്തവന് മനസ്സുഖമില്ല, ദൈവത്തെ പുറന്തള്ളുന്നവന് ഇഹത്തിൽ പരത്തിലും ഗതിയില്ല. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗങ്ങളിൽ നിന്ന് വലിയ തുക ഷഷ്ടിപൂർത്തി കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. രാജേന്ദ്രൻ്റെ അഭിപ്രായം ആ തുക ബാങ്കിലിട്ട് എല്ലാ മാസവും അതിന് പലിശ വാങ്ങാൻ ഏർപ്പാട് ചെയ്യുകയാണ് വേണ്ടത് എന്നായിരുന്നു. അല്ലാതെ വലിയ ആർഭാടങ്ങൾ കാണിച്ച് മുഴുവൻ തീർക്കുകയല്ല വേണ്ടത്. സ്കൂളുകളിൽ നിന്ന് പിരിഞ്ഞ് എഴുത്തുകൊണ്ട് മാത്രം മലയാളത്തിൽ ഒരു കവിക്ക് കഴിയാൻ പറ്റില്ല എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. അതായത് സ്കൂളുകളിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികം കാശ് കിട്ടില്ല. ഇപ്പോൾ ഷഷ്ടിപൂർത്തി നടത്താനായിട്ട് കിട്ടിയിട്ടുള്ള കാശ് ഉപയോഗിച്ചിട്ട് അവർ അത്യാവശ്യത്തിന് മാത്രം ചെയ്യുക, ആർഭാടമായിട്ട് നടത്തണ്ട, ബാക്കിയുള്ളത് ബാങ്കിലിടുക, അപ്പം പലിശ കിട്ടും, അതുകൊണ്ട് കൂടി ജീവിക്കാം എന്നാണ് പറയുന്നത്. മാഷിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സാഹിത്യകാരന്മാർ പ്രസാധകരുടെ ചൂഷണത്തിന് വിധേയരാകുന്നവരാണ്. അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ മൂലധനമായി ഈ തുക വിനിയോഗിക്കുന്നതാണ് നല്ലതെന്നായിരുന്നു നമ്പീശൻ പറഞ്ഞത്. രാധയുടെ ഭർത്താവ് ശങ്കരനെക്കുറിച്ച് കവി പറയുന്നു. മുട്ടുമറയാത്ത ഗദർ മുണ്ടെടുക്കുന്ന, ഹിന്ദി ട്യൂഷൻ എടുക്കുന്ന, മണ്ണ് പൊന്നാക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനാണ് ശങ്കരൻ. ശരിക്കും പറഞ്ഞാൽ വടക്കൻ നാടൻ കൃഷിക്കാരൻ. പ്രദോഷം നോൻപുകാരനാണ് ശങ്കരൻ. കാതിലുള്ള തേക്കുമരം പോലെ ഒരാൾ.
സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പണിക്കാരോടൊപ്പം പാടത്തിറങ്ങി പണിയെടുത്തും ഗീത, തുളസി ദാസ രാമായണം, ഭാഗവതം, ശിവപുരാണങ്ങൾ എന്നിവ മുടങ്ങാതെ പാരായണം ചെയ്യും. മാതൃഭൂമി പത്രാധിപർ CH കുഞ്ഞപ്പ വീട്ടിൽ വന്നപ്പോൾ ശങ്കരനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്, ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെ മാതൃക ചിത്രം ഞാനിവിടെ കണ്ട് നാവടക്കി. കൈ പണിതു വിളവെടുക്കുന്ന ഈ നാട്ടിൽ ഇത്തരം കൃഷിക്കാരൻ ഓരോ ഗ്രാമത്തിലും ഓരോ ആളെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ദാരിദ്ര്യം തീർന്നു എന്നായിരുന്നു. ഇപ്പം രാധയുടെ ഭർത്താവ് ശങ്കരനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. ഇപ്പോൾ കൃഷിയുടെ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇന്ത്യയുടെ ദാരിദ്ര്യം തന്നെ തീർന്നേന്നാണ് പറയുന്നത്. കാഞ്ഞങ്ങാട്ടെ രാമദാസാശ്രമത്തെക്കുറിച്ച് പി. കുഞ്ഞിരാമൻ നായർ പറയുന്നത്, ദാഹമുള്ള മനുഷ്യരും ശാന്തി തേടുന്ന മനുഷ്യരും അന്വേഷിച്ചെത്തുന്ന ശാന്തി നികേതനമാണെന്നാണ്. ഭാരത സംസ്കാരത്തിൻ്റെ സന്ദേശദീപ്തി കടലുകൾക്കപ്പുറമെത്തിച്ച രാമദാസാശ്രമം, അവിടെ നിന്നുയരുന്ന മന്ത്രധ്വനികൾ രാക്ഷസനെ മനുഷ്യനാക്കുന്നതും മനുഷ്യനെ ദൈവനാക്കുന്നതുമാണ്. മുറ്റിത്തഴച്ച ആശ്രമ വൃക്ഷങ്ങൾ ഇടയ്ക്കിടെ വരൂ. ഇന്നത്തെ ലോകം ആ ഭ്രാന്തശാലയുടെ വഴി മാറി ഈ പൂന്തോപ്പിൽ വരൂ എന്ന് കവി ക്ഷണിച്ചു.